നമസ്കാരം. കേരളത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഭേദപ്പെട്ട പോളിംഗാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. 7.62% ഇതുവരെ ശരാശരി പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ത്രികോണ മത്സരച്ചൂടുള്ള എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് നടക്കുന്നത്. ആറ്റിങ്ങലിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 8.24%. CPM-ഉം കോൺഗ്രസും BJP-യും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് ഇത്. പതിവ് രീതികൾ കൈവിട്ട് തിരുവനന്തപുരത്തും മികച്ച പോളിംഗാണ് നടക്കുന്നത്. വടകരയിൽ പോളിംഗിൽ അല്പം മന്ദത കാണുന്നുണ്ട്. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. കോട്ടയത്തും ആദ്യ മണിക്കൂറുകളിൽ 7%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ആദ്യ മണിക്കൂറുകളിലെ ശതമാനക്കണക്കുകൾ നൽകുന്ന സൂചന. ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് ആകെ 7.62% ശരാശരി പോളിംഗ്. തിരുവനന്തപുരത്ത് 7.59, ആറ്റിങ്ങലിൽ 7.24, കൊല്ലത്ത് 6.59, പത്തനംതിട്ടയിൽ 6.98, മാവേലിക്കരയിൽ 7.92, ആലപ്പുഴയിൽ 6.96, കോട്ടയത്ത് 7.01, ഇടുക്കിയിൽ 8.72, എറണാകുളത്ത് 5.71, ചാലക്കുടിയിൽ 5.97, തൃശ്ശൂരിൽ 6.64, പാലക്കാട് 7.96, ആലത്തൂരിൽ 6.59, പൊന്നാനിയിൽ 6.7, മലപ്പുറത്ത് 7.15, കോഴിക്കോട് 7.28, വയനാട് 7.73% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വടകരയിൽ 6.88, കണ്ണൂരിൽ 7.74, കാസർഗോഡ് 6.92 പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും കേന്ദ്രസേനയും സുരക്ഷ ഒരുക്കുന്നുണ്ട്. വോട്ടെടുപ്പിന് 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂരിലും വയനാട്ടിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകോപനത്തിനും പ്രത്യേക സംവിധാനമുണ്ട്. നോഡൽ ഓഫീസർ ADGP MR അജിത് കുമാർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ IG ഹർഷിത അട്ടല്ലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ 20 മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ 144 ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ചുമതല DYSP അല്ലെങ്കിൽ SP-മാർക്കാണ്. ഓരോ പോലീസ് സ്റ്റേഷനു കീഴിലും ക്രമസമാധാന പാലനത്തിനായി 2 വീതം പെട്രോളിംഗ് ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. ദ്രുതകർമ്മസേന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകും. ആകെയുള്ള 20 മണ്ഡലങ്ങളിൽ 2 ശരിക്കും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ TN പ്രതാപനിലൂടെ UDF-നൊപ്പം നിന്ന തൃശ്ശൂരും 2 തവണ ശശി തരൂരിനൊപ്പം നിന്ന തിരുവനന്തപുരവും കടുത്ത മത്സരത്തിൽ തന്നെയാണ്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിലും ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. കേരളത്തിൽ 2,77,00,000-ലധികം പേരാണ് വോട്ടർമാർ. 25,231 ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്ങും കനത്ത സുരക്ഷയ്ക്കായി 62 കമ്പനി കേന്ദ്രസേന അധികമായുണ്ട്. കേരളത്തിൽ പോളിംഗ് 80%-ൽ എത്തിക്കാനാണ് മുന്നണികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. രാവിലെ കടുത്ത ചൂട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പം കഴിയുമ്പോൾ വോട്ടിംഗ് ശതമാനം വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഉച്ചയോടുകൂടി ഏതാണ്ട് 30-നടുത്ത് വോട്ടിംഗ് ശതമാനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 75-ലധികം പോളിംഗ് ശതമാനം ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ള ചില വിലയിരുത്തലുകളും നടക്കുന്നുണ്ട്. നല്ല പോളിംഗാണ് നടക്കുന്നത്, മികച്ച പോളിംഗ് നടക്കുന്നുണ്ട്. വോട്ടർമാർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളം, അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. പോളിംഗ് ശതമാനം ക്രമാനുഗതമായി ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ബൂത്തുകളിൽ യന്ത്രങ്ങൾ പണിമുടക്കിയിരുന്നു. അതൊക്കെ തന്നെ പരിഹരിച്ച് ശക്തമായി തന്നെ പോളിംഗ് മുമ്പോട്ട് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന്.